ശക്തിയായ മൂകാംബികാദേവിയുടെ പ്രശസ്തമായ ക്ഷേത്രമാണല്ലോ മൂകാംബികാ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ അമ്മ ലക്ഷ്മിയായും സരസ്വതിയായും ഭദ്രകാളിയായും അമ്മ കുടികൊള്ളുന്നു. അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിച്ചാൽ സർവ്വവിധ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതും അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദ്യാവിജയത്തിനും കച്ചവടാദി കാര്യങ്ങൾക്കും സർവോപരി അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല, അത്യുന്നതങ്ങളിലെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി മൂകാംബികാ ക്ഷേത്രം സന്ദർശിക്കുക. കൂടാതെ കോലസ്യ മഹർഷി തപസ് ചെയ്ത സ്ഥലമാണ് പിന്നീട് കോലാപുരി പിന്നീട് കൊല്ലൂരായി മാറിയത്. കൂടാതെ ശങ്കരാചാര്യസ്വാമികൾ ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് പിന്നീട് മൂകാംബികാ ക്ഷേത്രമായി മാറിയത്. അത്രയും പരിപാവനമായ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ വന്ന് ഭജനയിരുന്നാൽ സർവ്വവിധ അഭിഷ്ടങ്ങളും സാധിക്കുന്നതും വിദ്യാവിജയത്തിന് അത്യുന്നതങ്ങളിലെത്തുന്നതിനും കലാകാരന്മാരും വിദ്യാർത്ഥികളും ഇവിടെ വന്ന് ഭജനയിരിക്കുന്നതും വളരെ ഗുണകരം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി ഈ ക്ഷേത്രം സന്ദർശിക്കുകയും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി ഈ നവരാത്രി ദിവസങ്ങളിൽ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതും അത്യുത്തമമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി അമ്മയുടെ വ്രതം നോൽമ്പെടുത്തുകൊണ്ട് അമ്മയുടെ ക്ഷേത്രം സന്ദർശിക്കുക. അമ്മയുടെ സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. സർവമംഗളങ്ങളും സർവർക്കും അമ്മ നൽകട്ടെ.